സുജാസ് വ്ളോഗ് ആൻഡ് വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ്. എന്താണ് ആ ടിപ്പ്? നമ്മുടെ അടുക്കളയിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കൊന്ന് ഫേഷ്യൽ ചെയ്യാം. അപ്പോൾ ഞാൻ ആദ്യം മുഖം ഒന്ന് കഴുകി വരട്ടെ. ഒന്ന് ഫേസ് വാഷ് ഇട്ടിട്ട് കഴുകി വരാം. അപ്പോൾ ഞാൻ മുഖമൊക്കെ ഒന്ന് കഴുകി ഫേസ് വാഷൊക്കെ ഇട്ട് മുഖം കഴുകി എന്നിട്ട് ഞാനത് ബാൻഡൊക്കെ തലയിൽ കെട്ടിയിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നല്ലോണം ഒന്ന് തുടച്ചിട്ട് ക്ലെൻസ് ചെയ്യണം. അപ്പോൾ ക്ലെൻസ് ചെയ്യാൻ ഞാൻ എന്താ ഉപയോഗിക്കണമെന്ന് ചോദിച്ചാൽ ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ്. നല്ല നാടൻ തൈര് കൊണ്ട് നമുക്ക് ക്ലെൻസ് ചെയ്യാം. ഈ നാടൻ തൈര് കൊണ്ട് നമ്മൾ ക്ലെൻസ് ചെയ്യുമ്പോൾ നമ്മുടെ മുഖത്തിന് നല്ലൊരു ഫ്രഷ്നെസ്, നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ തൈരാണ് കേട്ടോ. നല്ല മിനുസവും നല്ല സ്മൂത്തൊക്കെ ആവാനും നല്ലതാണ്. അപ്പോൾ അതെടുത്തിട്ടുണ്ട്. കൊണ്ടിട്ട് വരുമ്പോൾ വെയിലത്ത് യാത്ര ചെയ്ത് വന്നാൽ ഈ നല്ലോണം മസാജ് ചെയ്തിട്ട് കഴുകി കളഞ്ഞാൽ അപ്പോഴത്തെ ആ വെയിൽ കൊണ്ടിട്ടുള്ള കരിവാളി 2 മിനിറ്റ് ഒന്ന് അപ്പോൾ അത് മസാജ് ചെയ്തിട്ട് നമുക്ക് തൈര് അത്രയാണ് നമുക്ക് ക്ലെൻസ് ചെയ്യാനും മുഖത്ത് ദിവസം ഉപയോഗിക്കാനൊക്കെ നല്ലൊരു ടിപ്പാണ്. അപ്പോൾ ഞാൻ ഇതുകൊണ്ട് നല്ലോണം തൈര് മുഖത്ത് തേച്ചിട്ട്, നാടൻ തൈരാട്ടോ, കട്ടത്തൈരല്ല, നാടൻ തൈര് കൊണ്ട് നല്ലോണം ക്ലെൻസ് ചെയ്തിട്ട് ഒന്ന് കഴുകിയെടുക്കണം. നല്ലോണം 2-3 മിനിറ്റ് നമ്മൾ മസാജ് കൊടുത്തിട്ട് വേണം കഴുകാട്ടോ. എന്നാലാണ് തൈരിൻ്റെ ഒരു എഫക്റ്റ് നമുക്ക് കിട്ടണ്ടേ. അതുവരെ 2-3 മിനിറ്റ് എന്തായാലും നമ്മൾ എന്താ പറയുക, ഇങ്ങനെ മസാജ് ചെയ്തിട്ട് മുഖത്ത് നല്ലോണം മസാജ് ചെയ്യണം. അപ്പോൾ നമ്മുടെ മുഖം ഒരു ക്ലീൻ ആവാനും സ്മൂത്ത് ആവാനും നല്ല ഫ്രഷ്നെസ് ആവാനൊക്കെ നല്ലൊരു ഐഡിയ ആണ് കേട്ടോ ഈ തൈര്. വെയിലത്തൊക്കെ പോയി വന്നിട്ട് നിങ്ങളൊന്ന് പരീക്ഷിച്ച് നോക്കൂ കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ട് മുഖം വീണ്ടും കഴുകി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് തുടച്ച് നല്ലോണം ഒന്ന് ഒപ്പി തുടച്ചതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യണം? അടുത്തത് സ്ക്രബാണ്. സ്ക്രബ് നമ്മുടെ മുഖത്തിന് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫേഷ്യലിൻ്റെ സ്ക്രബ്. അപ്പോൾ സ്ക്രബ് എന്തുകൊണ്ടാണ് ഞാൻ ചെയ്യണമെന്നറിയോ? നമ്മൾ ദോശയ്ക്കും ഇഡ്ഡലിക്കൊക്കെ എടുക്കുന്ന മാവുണ്ടല്ലോ, ദോശമാവ്, അതുകൊണ്ടാണ് ഞാൻ സ്ക്രബ് ചെയ്യുന്നത് കേട്ടോ. എന്താ വെച്ചാൽ അതിൽ നല്ലൊരു തരി ഉണ്ടാവും, ചെറിയ തരി നമ്മുടെ മുഖത്തിന് പറ്റുക. അപ്പം ചിലർ പഞ്ചസാരയും തക്കാളി നീരൊക്കെ അങ്ങനെ ചെയ്യും. പക്ഷെ അങ്ങനെ ചെയ്യുന്നതിനെ കൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ പഞ്ചസാര ഒന്ന് ചെറുതായി ഒന്ന് പൊടിച്ചിട്ട് ചേർക്കുക വെച്ചാൽ നല്ലതാണ്. വലിയ തരിയല്ലേ പഞ്ചസാര. അപ്പോൾ മുഖത്ത് ഈ ദോശമാവ് ഒന്ന് തേച്ച് പിടിപ്പിച്ചിട്ട് നമുക്ക് ബ്ലാക്ക് ഹെഡ്സൊക്കെ ഉണ്ടെങ്കിൽ അവിടെയൊക്കെ നല്ലോണം തേച്ച് നമ്മൾ സ്മൂത്തായിട്ട് മസാജ് കൊടുക്കുക. എൻ്റെ ഈ താടിയുടെ ഇവിടെ ഉണ്ടാവുക, താടിയുടെ ഇവിടെ ചുണ്ടിൻ്റെ താഴത്തെ ആ കുഴിയിലാണ് എനിക്ക് വൈറ്റ് ഹെഡ്സ് ഉണ്ടാവും, ബ്ലാക്ക് ഹെഡ്സ് ഉണ്ടാവില്ല. അപ്പോൾ വൈറ്റ് ഹെഡ്സ് അങ്ങനെ ഉണ്ടെങ്കിൽ ഞാൻ അവിടെ ഒന്ന് കൂടുതൽ നേരം മസാജ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്കത് എടുത്തു കളയാനൊന്നും ഉണ്ടാവില്ല. അപ്പം ഈ സ്ക്രബിൽ തന്നെ അത് പോവാറുണ്ട്. അപ്പം ദോശമാവ് അത്രയും നല്ലൊരു ഇതാണ്. നമ്മളിപ്പോൾ ഒരു ഫങ്ഷൻ ഉണ്ട്, രാവിലെ നമ്മൾക്ക് ദോശമാവ് ഇട്ട് ചെറുതായിട്ടൊരു മസാജും കൊടുത്തിട്ട് ഒരു 20 മിനിറ്റ് കഴുകി കളഞ്ഞു നോക്കിയാൽ നമ്മുടെ മുഖം നല്ല ഫ്രഷ്നെസ് കിട്ടും. നമുക്കൊരു ഫങ്ഷനൊക്കെ പെട്ടെന്നൊക്കെ പോകുമ്പോൾ അങ്ങനെ ചെയ്താൽ നല്ലതാണ്. അപ്പോൾ സ്മൂത്തായിട്ട് നമ്മളൊരു 2-3 മിനിറ്റ് നമ്മൾ മസാജ് 5 മിനിറ്റ് എന്ന് പറയാം കേട്ടോ. 2-3 മിനിറ്റ് ദോശമാവ് കൊണ്ട് മസാജൊക്കെ ചെയ്ത് കഴുകി വന്നപ്പോൾ നോക്കിയേ, ദോശമാവിൻ്റെ പവർ നോക്കിയേ, നല്ലൊരു എഫക്റ്റ് കാണാമല്ലേ. എനിക്ക് ഈ മൊബൈലിൽ റിംഗ് ലൈറ്റ് അല്ല, ഇതിൽ ലൈറ്റ് കുറവായതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ. നല്ലൊരു ഫ്രഷ്നെസ്സാണ്. അപ്പോൾ അവിടെ എനിക്കുണ്ടാവുക വൈറ്റ് ഹെഡ്സ്. അപ്പോൾ ഞാൻ അതൊക്കെ നല്ലോണം അവിടെ നിന്ന് സ്ക്രബ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് അവിടെ നിന്ന് പോവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനിത് ദോശമാവുള്ള ദിവസമൊക്കെ ഞാനിത് രാവിലെ ചെയ്യാറുണ്ട് കേട്ടോ. ഇത് ചെയ്തിട്ട് അടുക്കളയിൽ പണിയെടുക്കും. എന്നിട്ട് ഇനിയിപ്പം നമുക്ക് എന്താ വേണ്ടതെന്നറിയോ? ഇതിലേക്ക് നമുക്ക് മസാജാണ്. അപ്പോൾ അതിന് ഞാൻ എടുക്കുന്നത് കടലപ്പൊടിയാണ്. കടലപ്പൊടി എടുത്തിട്ട് നമ്മുടെ മുഖത്തിന് കഴുത്തിന് ആവശ്യമുള്ള നമ്മൾ എന്ത് ചെയ്യാച്ചാലും കഴുത്തിൽ കൂടിയും ചെയ്യണം. പിന്നെ എടുക്കുന്നത് ഒരു ഡ്രോപ്സ് തേനാണ് കേട്ടോ. നല്ല തേനാണിത്. ഒരു കുപ്പി തേനുണ്ടെങ്കിലും ഞാൻ കഴിക്കും. അത്രയും ഇഷ്ടമാണ് തേന്. നല്ല മധുരമുള്ള തേനാണ്. അപ്പോൾ ഞാനത് തേനും കൂടി അതിലേക്ക് ഒഴിച്ചിട്ടുണ്ട്. ഇനി നമ്മൾ അതിലേക്ക് ഒഴിക്കുന്നത് തൈര് തന്നെയാണ് കേട്ടോ. തൈരില്ലെങ്കിൽ പാലായാലും കുഴപ്പമൊന്നുമില്ല. പാല്, തക്കാളി നീര് അതൊക്കെ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ തൈരും കൂടി ഒഴിച്ചിട്ട് നമുക്കൊന്ന് മിക്സ് ആക്കാം. അപ്പോൾ ഞാൻ തൈര് കുറച്ച് ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, തൈര് കൂടുതൽ ഒഴിച്ചില്ല. അപ്പോൾ അത് മിക്സ് ആവാൻ കുറച്ച് ഇതായി. അപ്പോൾ ഞാൻ എന്താ ചെയ്തതെന്നറിയാം, അങ്ങനെ മിക്സ് ആവാൻ തൈര് കുറവാണ്, പാലൊന്നും ഇല്ലെങ്കിൽ, കയ്യിലില്ലെങ്കിൽ പുളിച്ച കഞ്ഞിവെള്ളം ഉണ്ടല്ലോ,
പുളിച്ച കഞ്ഞിവെള്ളം കൊണ്ട് മിക്സ് ആക്കിയിട്ട് അത് തേച്ചാലും മതി. അപ്പോൾ നമ്മൾ സ്ക്രബ് ക്ലൻസ് കഴിഞ്ഞ് സ്ക്രബ് കഴിഞ്ഞു. ഇനി അടുത്ത് നമുക്ക് മസാജിനാണ് ഇപ്പോൾ ഞാൻ കടലപ്പൊടിയും തേനും പിന്നെ തൈരും കൂടി ഒഴിച്ച് മിക്സാക്കി കുറച്ച് പുളിച്ച കഞ്ഞിവെള്ളം കൂടി ഇട്ടിട്ട് ഞാൻ മുഖത്തൊന്ന് തേച്ച് പിടിപ്പിക്കുകയാണ്. എന്നിട്ട് നമ്മൾ ഒരു 10 മിനിറ്റോളം മസാജ് ചെയ്യാം. ചുമക്കാണ്, സോറി. അപ്പോൾ ഒരു 10 മിനിറ്റോളം നമ്മളിങ്ങനെ മസാജ് ചെയ്യാം. മസാജ് ചെയ്തിട്ട് മേലെന്ന് താഴേക്ക് ഒരിക്കലും ചെയ്യരുത്. ഞാൻ എപ്പോഴും വീഡിയോയിൽ പറയണതാണ്, താഴേന്ന് മേലേക്കാണ് ചെയ്യേണ്ടത് കേട്ടോ. മേലെന്ന് താഴേക്ക് ചെയ്യരുത്. അപ്പോൾ നമ്മുടെ മുഖം സ്കിന്നൊക്കെ തൂങ്ങിപ്പോവും. എന്നിട്ട് ഇതേപോലെ നമുക്ക് താഴേന്ന് മേലേക്ക് ഇങ്ങനെ മസാജ് ഒരു 10 മിനിറ്റോളം കൊടുത്തിട്ട് നമുക്ക് കഴുകി കളയും. അപ്പം തന്നെ നമുക്ക് പിന്നെ പാക്കിൻ്റെ ആവശ്യമൊന്നുമില്ല. പക്ഷെ നല്ലൊരു എഫക്റ്റാണ്. കടലപ്പൊടി നല്ലൊരു ഇതാണല്ലോ മുഖത്തിന്. അപ്പോൾ സോഫ്റ്റായിട്ട് കൊടുക്കണം കേട്ടോ. അതിപ്പോൾ ഇതിലിങ്ങനെ കാണുമ്പോൾ ഞാൻ നല്ലോണം ഹാർഡായിട്ട് ചെയ്യണ പോലെ തോന്നും. പക്ഷേ ഞാൻ സോഫ്റ്റായിട്ടേ കൊടുക്കണുള്ളൂ കേട്ടോ. സോഫ്റ്റായിട്ട് കൊടുത്താൽ മതി. മുഖത്തിന് വല്ലാതെ ഹാർഡായിട്ട് കൊടുക്കാൻ പാടില്ല. അപ്പോൾ നമ്മൾ ചെയ്യണതിൻ്റെ വിപരീതമായിട്ട് നമുക്ക് കിട്ടുക. സോഫ്റ്റായിട്ട് കൊടുക്കണം എപ്പോഴും. അപ്പോൾ അങ്ങനെ നമ്മളതൊക്കെ ചെയ്തു. മസാജൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കറിയണ മസാജ്, നമ്മൾ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടുക എന്നാണ് മസാജിൻ്റെ ഏറ്റവും വലിയ ലക്ഷ്യം. അപ്പോൾ ഞാനതൊക്കെ ചെയ്തു. മസാജൊക്കെ ചെയ്തു നല്ലോണം കഴുകി വന്നിട്ടുണ്ട്. ഇപ്പോൾ കണ്ട, ഇനിയിപ്പോൾ പാക്ക് ഇടണമെന്നൊന്നുമില്ല. നല്ല ഒരു എഫക്റ്റ് കിട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് വൈകിട്ട് നമ്മൾ മേല് കഴുകുമല്ലോ. അപ്പോൾ വൈകിട്ടൊന്നും സോപ്പ് ഇടരുത്. സോപ്പ് പിറ്റേ ദിവസം ഉപയോഗിക്കാൻ പാടുള്ളൂ. സോപ്പായാലും ഫേസ് വാഷ് ആയാലും മുഖത്തൊന്നും ഇടരുത്. നല്ല തണുത്ത വെള്ളം കൊണ്ട് കഴുകിയിട്ട് ഒപ്പി തുടച്ചാൽ മതി. വേറെ ഒന്നും തേക്കരുത്, തേച്ച് കഴുകരുത്. അതാണ് പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ ഞാൻ പാക്കാണ് ഉണ്ടാക്കുന്നത്. പാക്കിലേക്ക് ഞാൻ അരിമാവ് തന്നെയാണ് ആദ്യം എടുത്തത്. പിന്നെ കോഫി പൗഡർ അരിമാവും പിന്നെ തേനും കുറച്ച് ഒഴിക്കണം കേട്ടോ. ഒരു ഡ്രോപ്സ് തേനും കൂടി അതിലേക്ക് ഒഴിച്ചിട്ട് പിന്നെ ഒരു പിഞ്ച് കടലപ്പൊടിയും കൂടി ഇട്ടിട്ടുണ്ട്. പക്ഷേ വീഡിയോയിൽ കാണാനില്ല, അത് എന്തുണ്ടായി അറിയില്ല. കടലപ്പൊടിയും കൂടി ഞാൻ അതിലേക്ക് ഇട്ട് മിക്സ് ചെയ്ത്. ദോശമാവല്ലേ, അപ്പോൾ പിന്നെ വേറെ അതിലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കടലപ്പൊടി പിന്നെ അതാ കുറച്ച് തൈര്, ദോശമാവ്, കടലപ്പൊടി, തേന്, അതും കൂടി മിക്സ് ചെയ്തിട്ട് നമുക്ക് പാക്കായിട്ട് മുഖത്തിടാം. അപ്പം നമ്മൾ പാക്കായിട്ട് മുഖത്തിട്ടതിന് ശേഷം ഒരു 20-25 മിനിറ്റ് കടലപ്പൊടി ഇപ്പോഴാണ് ഞാൻ ഇടുന്നത്, ഇപ്പോഴാണ് കണ്ടത്. കടലപ്പൊടിയും കൂടി ഇട്ടിട്ടാണ് ഞാൻ മിക്സ് ആക്കിയത്. അപ്പോൾ അത് ക്രീമി ടെക്സ്ചറാക്കിയിട്ട് ഞാൻ മുഖത്തിടുകയാണ് കേട്ടോ. അപ്പോൾ ഇനി കണ്ണടയൊക്കെ ഊരി വെച്ചിട്ട് നല്ലപോലെ ഇട്ടിട്ട് നമുക്ക് കാണാം. എന്നിട്ടൊരു 20 മിനിറ്റ്. അപ്പോൾ 20 മിനിറ്റിൻ്റെ ഒരു പണിയെന്ന് പറഞ്ഞാൽ തുടയ്ക്കാനൊക്കെ ഉണ്ട്. അപ്പോൾ അടിച്ചു വാരി ഇട്ടിട്ടുള്ളൂ. അപ്പോൾ തുടയ്ക്കലും കൂടി കഴിയുമ്പോഴേക്ക് കറക്റ്റായിട്ട് അതിൻ്റെ പരുവം വരും. അപ്പോൾ നമുക്ക് ഇറിറ്റേഷൻ വരും. ഇതൊക്കെ ഉള്ളതല്ലേ, കടലപ്പൊടിയൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ നമുക്ക് വേഗം വലിഞ്ഞ് കിട്ടും. കടലപ്പൊടി നമ്മുടെ സ്കിന്ന് തൂങ്ങാതിരിക്കാനൊക്കെ നല്ലൊരു ഇതാണ്. അങ്ങനെ ഞാൻ കഴുകിയിട്ട് വരാം. ഓക്കെ ഫ്രണ്ട്സ്, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ കുളി കഴിഞ്ഞു, മുഖം കഴുകി 20-25 മിനിറ്റൊക്കെ ആയി തോന്നുന്നു. ഞാൻ തുടയ്ക്കാൻ നിന്നു. തുടയ്ക്കൽ കഴിഞ്ഞിട്ടാണ് കുളിച്ചത്, കഴുകി കാണുന്നത്. അപ്പോൾ 25 മിനിറ്റൊക്കെ ആയി. കാണാല്ലേ, നമ്മൾ കെമിക്കലൊന്നും ഇല്ലാത്ത ഫേഷ്യൽ ചെയ്ത്. ഇത് നമുക്ക് ആഴ്ചയിൽ 2-3 ദിവസമൊക്കെ ചെയ്യാം കേട്ടോ. തൈരൊക്കെ എന്നും ഉപയോഗിക്കാം, അത്രയും നല്ലതാണ് തൈരൊക്കെ. ഇനി ഞാൻ ഇടാൻ പോകുന്നതാണ് അലോവേര ജെല്ല്, ദ്രാവിഡ. ഞാനിത് ഓൺലൈനിൽ നിന്ന് വാങ്ങിയതാട്ടോ. അപ്പം ഇതും കൂടി ഇട്ടിട്ട് കാണിച്ചു തരാം. പക്ഷെ എനിക്കിതിട്ടപ്പം വേർക്കാതെ ഫാനിൻ്റെ അടിയിലൊക്കെ നിന്നിട്ടാണ് ഞാൻ ഇത് സെറ്റാക്കല്. ക്രീം ടൈപ്പ് ഒന്നും പറ്റില്ല. ജെല്ലാകുമ്പോൾ പിന്നെയും കുറച്ചൊക്കെ പറ്റും.
ഈ വയർക്കണ കാരണം. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ഈ ഫേഷ്യലൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ഇഷ്ടമാവും എല്ലാവർക്കും, നല്ലൊരു എഫക്റ്റ് ഉണ്ടാവും. അപ്പോൾ അടുത്തൊരു ടിപ്പുമായിട്ട് വരാം. അതുവരേക്കും ടാറ്റാ ബൈ ബൈ, സി യു. വീഡിയോ ഇഷ്ടമാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാം കേട്ടോ. സബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, താങ്ക് യു.